കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്റ്റൽ ലൈവിൻ്റെ CEO ഫൗണ്ടറായിരിക്കുന്ന ആജിക്കും ക്രിസ്റ്റൽ ലൈവിലെ എല്ലാ സ്റ്റാഫിനും എൻ്റെ പ്രത്യേക സ്നേഹ വന്ദനം. ക്രിസ്റ്റൽ ലൈവിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഇന്ന് പകൽക്കാലം എൻ്റെ പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനം 2 കൊരിന്തി 5-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. 2 കൊരിന്തി 5-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം. 2 കൊരിന്തി 5-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളെ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. ഒന്നുകൂടെ ഭാഗം ഞാൻ വായിക്കുന്നു. 2 കൊരിന്തി 5-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പൗലോസ് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മളെ വായിക്കുമ്പോൾ നാം ഇപ്രകാരം വായിക്കുന്നു: നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. താനത് തെളിവ് പറഞ്ഞിരിക്കുകയാണ്. നാം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് തന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മളെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു: ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൃപയാൽ തൻ്റെ പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിക്കുന്നു. ക്രിസ്തു ആത്മാവിനാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വസിക്കുവാൻ തുടങ്ങുന്നു. 1 തെസ്സലോനിയ 4-ാം അധ്യായത്തിൻ്റെ 13-മുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ പുനരുത്ഥാന ശരീരത്തോടുകൂടെ നിൽക്കേണ്ടി വരും. പൗലോസ് എഴുതി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവെ മടങ്ങി വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമെക്കുന്നിടയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 കൊരിന്തി 15-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ഒരേ സമയത്തിൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെ എടുക്കപ്പെടും. ആ പ്രധാന സമയത്ത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ന്യായാസനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് വിശ്വാസികൾ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്? അതിന് പാപമായിട്ടോ രക്ഷയായിട്ടോ ബന്ധമില്ല. കാരണം തിരുവചനം പറയുന്ന റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
അപ്പോസ്തലനായ പത്രോസ് 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ഈ ന്യായാസനത്തിന് ന്യായവിധിയുമായി ബന്ധമില്ല. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി യാഗമായതോടുകൂടി ന്യായവിധി ഒരു വിശ്വാസിക്ക് പഴയ സംഭവമായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, എന്റെ വചനം കേട്ട എന്റെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിങ്കൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. തിരുവചനത്തിലെ നമ്മളെ വായിക്കുന്നു, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ദൈവത്തിലെ നമ്മുടെ പ്രകൃതി അറിയാം, നമ്മുടെ ആകെ തുക അറിയുന്ന ദൈവം, നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നോ എന്നറിയുന്ന ദൈവം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഈ ന്യായാസനത്തിന്റെ ഉദ്ദേശം വിശ്വാസികളും പ്രവൃത്തിയുടെ വിധിയാണ്. ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിമുക്തി നേടുന്ന നിമിഷം മുതൽ ദൈവ പ്രവർത്തനത്തിലാണ്. അതാണ് പൗലോസ് ഉദ്ദേശിച്ചത്. എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഒരു ദൈവ പൈതൽ ക്രിസ്തു ജീവിതത്തിൽ വസിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലെ ഇരിക്കുന്നു. നമ്മളെ ക്രിസ്തുവിനെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ കൂടെ ജീവിക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഇതാണ് വിശ്വാസിയുടെ പ്രവർത്തനം. ഇതാണ് വിജയകരമായ ആഴമേറിയ ക്രിസ്തീയ ജീവിതം. കർത്താവ് വിശ്വാസികളുടെ പ്രവൃത്തി നിശ്ചയമായും വിധിക്കും. ഇന്ന് ഞാൻ പറയട്ടെ, ഈ സത്യം പഠിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളിൽ കൂടെ ഇന്ന് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. തിരുവചനത്തിൽ നാം വായിക്കുന്ന മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു,
നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിങ്കൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളെ നമ്മളെ വായിക്കുമ്പോൾ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവർ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അവരവരുടെ പ്രവൃത്തി അവിടെ വിധിക്കപ്പെടും. എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ പ്രവൃത്തി വിധിക്കപ്പെടുന്നത്? വിശ്വാസികളുടെ പ്രതിഫലം നിശ്ചയിക്കേണ്ടതിന് വേണ്ടിയാണ് അവരുടെ പ്രവൃത്തി വിധിക്കപ്പെടുന്നത്. പ്രതിഫലം വിശ്വാസികളുടെ കർത്താവിനോടുള്ള വിശ്വസ്തത അനുസരിച്ചായിരിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസ് അർത്ഥമാക്കിയത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് നീതിയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 2 വിധത്തിലുള്ള പ്രവൃത്തികളെ കുറിച്ച് പ്രസ്താവിക്കുന്നു. വെന്തുപോകുന്ന പ്രവൃത്തി, നിലനിൽക്കുന്ന പ്രവൃത്തി. വെന്തുപോകുന്ന പ്രവൃത്തി തടി, കച്ച മുതലായവ പോലെയാകുന്നു. അത് സ്വാർത്ഥപരമായി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാകുന്നു. പൗലോസ് പറഞ്ഞു, അങ്ങനെയുള്ള പ്രവൃത്തി വെന്തുപോകും, അവർക്ക് പ്രതിഫലം നഷ്ടപ്പെടും, എന്നാൽ അവർ രക്ഷിക്കപ്പെടും. എന്നാൽ പൗലോസ് നിലനിൽക്കുന്ന പ്രവൃത്തിയെ പൊന്ന്, ചെമ്പ്, മൂല്യരത്നങ്ങളോടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഇത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് സ്നേഹത്തോടെ, നല്ല ഉദ്ദേശത്തോടെ, സ്വാർത്ഥതയില്ലാതെ, ഭയത്തോടെ, സന്തോഷത്തോടെ, മനസ്സോട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. ഒരേ ലക്ഷ്യത്തോട് ചെയ്യുന്ന പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. പ്രതിഫലത്തിന്റെ അളവും ശിക്ഷയും പുതിയ നിയമ ഉപദേശങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു, യോഹന്നാന്റെ 2-ാമത്തെ ലേഖനം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് ചിന്തിക്കുക, നമ്മുടെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. നമ്മുടെ പ്രതിഫലം കർത്താവിനോടുള്ള നമ്മുടെ വിശ്വസ്തയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. കർത്താവിനോട് വിശ്വസനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവശക്തിയില്ലാതെ അത് സാധ്യമല്ല. തിരുവചനം പറയുന്നു 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. കർത്താവെ താക്കീത് നൽകി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പിന്നെയും വിശദീകരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. സഭയോട് കർത്താവ് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വ്യക്തി ദൈവവുമായി നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ അവന് ലോകവുമായി ബന്ധം ഇല്ലാത്തവനായിരിക്കും. കർത്താവ് വന്നത് ഈ ലോകവുമായി താരതമ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒരു ശിഷ്യനിൽ ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. പൗലോസ് അനേകം കഷ്ടങ്ങൾ അനുഭവിച്ചു, എന്നാൽ അദ്ദേഹം മരണം വരെയും വിശ്വസനായിരുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. സദൃശവാക്യം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ശലോമോൻ പിന്നെയും പറഞ്ഞു, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. സദൃശവാക്യം 20-6. കർത്താവിനോട് ആത്മാർത്ഥതയുള്ള വ്യക്തിത്വം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും കർത്താവിനോട് വിശ്വസ്തനുമായിരിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പേ എല്ലാ കണക്കും ബോധിപ്പിക്കേണ്ടി വരും. നമ്മളുടെ പ്രവൃത്തി കർത്താവ് തൂക്കി നോക്കും, അതിനുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. വിശ്വസ്തതയാണ് അടിസ്ഥാനം. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ രക്ഷയുടെ മാനദണ്ഡം. ക്രിസ്തുവിലുള്ള അനുസരണം നമ്മുടെ പ്രതിഫലത്തിൻ്റെ മാനദണ്ഡം. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഓർക്കുക, കർത്താവ് പറഞ്ഞില്ല നന്ന് പ്രസിദ്ധിയുള്ളവനും വിജയാളിയുമായുള്ള ദാസനെ. എന്നാൽ കർത്താവ് പറഞ്ഞു, പിന്നെയോ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. സ്നേഹിതരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിക്കുമ്പോൾ ലോക സംഭവങ്ങളെ വിളിച്ചു പറയുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, അടിയൻ
ഇത് ശ്രമിച്ച എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. ഞങ്ങളെ കൽപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. സകല മാനവമാവത്ത് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം ഇത് ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹബന്ധനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം.